മക്കളെ, നമ്മൾ 2 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സാർ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ സാറിൻ്റെ തൊട്ട് മുമ്പിലുള്ള കുറച്ച് വീഡിയോസ്, എല്ലാ വീഡിയോസും കവർ ചെയ്താൽ മതി. നമുക്കൊരു 2 ഡിജിറ്റ് നമ്പർ എങ്ങനെ ഫോം ചെയ്യാം നമുക്ക് നോക്കാം. 57 ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. നമ്മൾ എങ്ങനെയാണ് ഈ 57നെ സാധാരണ എഴുതുന്നത്? നമുക്കറിയാം 10 × 5 + 7 × 1 ഇങ്ങനെ എഴുതുമ്പോഴാണ് 50 + 7 = 57 നമുക്കിങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത്. അതായത് 10th ഡിജിറ്റിൽ നിൽക്കുന്ന നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, യൂണിറ്റ്സ് ഡിജിറ്റിൽ നിൽക്കുന്ന നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് 10 × 5 50 + 7 × 1 7 57 വരും. അപ്പം സാധാരണ നമുക്ക് 10th ഡിജിറ്റ് എക്സും യൂണിറ്റ് ഡിജിറ്റ് വൈയും ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 10x + y എന്ന് എഴുതും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. അവർ ചോദിച്ചത് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈംസ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. അതായത് ഒരു 2 അക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. ഇതെങ്ങനെ എഴുതും? നമുക്കറിയാം 10x + y എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അതായത് എക്സ് 10th ഡിജിറ്റും y യൂണിറ്റ്സ് ഡിജിറ്റും ആണെങ്കിൽ നമുക്കൊരു 2 അക്ക സംഖ്യയെ 10x + y എന്ന് പറയാം. അപ്പം നമ്മൾ ആദ്യമേ പറയണം ലെറ്റ് യൂണിറ്റ്സ് ഡിജിറ്റ് ബി y ആൻഡ് 10th ഡിജിറ്റ് ബി x. ഇങ്ങനെ ആദ്യം എഴുതണം. അപ്പോൾ അതുകൊണ്ട് നമ്പർ എന്ന് പറയുന്നത് 10x + y ആണ്. അവർ പറഞ്ഞ എന്താ? ഈ ഡിജിറ്റുകളുടെ സമ്മിൻ്റെ 6 മടങ്ങ്. അപ്പം 10x + y = 6 × x + y എന്നാണ് അവർ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈംസ് സം ഓഫ് ഡിജിറ്റ്സ്. അപ്പം നമുക്ക് ആദ്യത്തെ ഐഡിയ കിട്ടി. നമുക്കിത് സോൾവ് ചെയ്തെടുത്താലോ? 6 × x + y എന്ന് പറയുമ്പോൾ 6x + 6y എന്ന് വരും. ഈ 6xനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 10x - 6x, അപ്പം ഇവിടെ 4x കിട്ടും. y - 6y വരുമ്പം -5y, അപ്പം റൈറ്റ് സൈഡ് 0 വരും. 4x - 5y = 0. നമുക്കൊരു ഇക്വേഷൻ വളരെ ക്ലിയർ ആയിട്ട് കിട്ടി. 4x - 5y = 0. നമുക്ക് യാതൊരു സംശയവും ഇല്ല. ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടി വേണം നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട്. അതിനവർ തന്നിരിക്കുന്ന ഐഡിയ എന്താണ്? ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 9 more than 4 times സം ഓഫ് ദ ഡിജിറ്റ്. അത് വളരെ സിമ്പിളാണ്. അവർ പറഞ്ഞിരിക്കുന്നത് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന 2 അക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. അപ്പം നമ്മൾ അക്കങ്ങൾ പരസ്പരം അങ്ങോട്ട് മാറ്റിയാൽ എന്ത് വരും? ഇതിപ്പോൾ XY നമ്മളിങ്ങനെ 57 എന്ന് എഴുതിയത് 75 ആക്കി എന്ന് പറഞ്ഞ പോലെ XY എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പം അവർ പറയണത് YX ഫോമിലേക്ക് മാറ്റാൻ. അതായത് അക്കങ്ങൾ നേരെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് XY എന്നുള്ളത് YX എന്ന ഫോമിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ 10th ഡിജിറ്റ് Y ആയിരിക്കും, യൂണിറ്റ് ഡിജിറ്റ് X ആയിരിക്കും. അപ്പം നമുക്ക് അക്കങ്ങൾ നേരെ തിരിച്ചിട്ടാൽ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 10y + x ആയിരിക്കും. അങ്ങനെ അക്കങ്ങൾ തിരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മളോട് പറഞ്ഞത് സം ഓഫ് ദ ഡിജിറ്റിൻ്റെ 4 ടൈംസിനോട് 9 കൂട്ടുക. ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദി നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 9 more than 4 ടൈംസ് സം ഓഫ് ദ ഡിജിറ്റ്. എന്നിട്ട് ചോദിച്ചത് വാട്ട് ഈസ് ദി നമ്പർ. അപ്പം നമ്പറാണ് കാണേണ്ടത്. നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അക്കങ്ങൾ തിരിച്ചാൽ, അപ്പം 10y + x ആക്കിയാൽ സം ഓഫ് ദി നമ്പറിൻ്റെ 4 ടൈംസിനോട് x കൂട്ടണം. നമുക്കത് എഴുതാൻ അറിയണം. സം ഓഫ് ദി നമ്പർ x + y 4 ടൈംസ് എന്ന് പറയുമ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9 കൂടുതലാണ്. അപ്പം ഇതിനോട് 9 കൂടെ കൂട്ടിയാലേ 10y + x കിട്ടുള്ളൂ. ഇത്രയും നമ്മൾ ലോജിക്കലി അറിയണമെങ്കിൽ എന്ത് ചെയ്യണം?
സാർ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. ഇനിയും മക്കൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സാറിൻ്റെ കയ്യിൽ PDF ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മക്കൾക്ക് അയച്ചു തരും, വാട്സപ്പിൽ വിളിച്ചാൽ മതി. അതുപോലെ അതിൻ്റെ ഡൗട്ട്സൊക്കെ സാറിൻ്റെ ടീച്ചർമാർ മക്കൾക്ക് പറഞ്ഞു തരും. ഇത് നമ്മൾ ബ്രാക്കറ്റ് മാറ്റുമ്പം 4x + 4y + 9. നമ്മൾ ഇതിനെ ഇങ്ങോട്ടെടുത്തേ. നമുക്കറിയാം 10y ഇവിടെയുണ്ട്, 4y ഇവിടെയുണ്ട്. നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 10y - 4y വരുമ്പോൾ 6y വരും. ഇവിടെ x ഉണ്ട്, ഇവിടെ 4x ഉണ്ട്. അപ്പോൾ ഈ x - 4xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ x - 4x 3x വരും, -3x വരും. അപ്പോൾ അത് ഇവിടെ ഒരു 9 മാത്രമേ ഉള്ളൂ, അതിങ്ങനെ നിൽക്കും. ഇവിടെയും നമുക്കൊരു കാര്യം ചെയ്യാം. 3 വെളിയിലേക്ക് എടുത്താൽ 2y - x = 9. നമുക്കിങ്ങനെ 3 കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ ഈ 3യും 9ഉം കൂടി കട്ടായി പോയി കഴിഞ്ഞാൽ 3 വരും. 2y - x = 3. ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. നമുക്ക് ആദ്യം കിട്ടിയ ഇക്വേഷൻ നമുക്കറിയാം. ഇപ്പം രണ്ടാമത് ഒരു ഇക്വേഷനും കൂടി കിട്ടി, ഇത് മതി. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എന്താ ചെയ്തേ? 4x - 5y = 0. ഇത് ഒന്നാമത് കിട്ടിയതാണ്. രണ്ടാമത്തേത് 2y - x = 3. ഇനി ഇത് സോൾവ് ചെയ്യാനുള്ള എളുപ്പ വഴി, ഇവിടെ 4x കിടപ്പുണ്ട്. അപ്പം ഇത് 4x ആക്കാമെങ്കിൽ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ -4x വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം സംഭവം കട്ടായി പോയിക്കോളും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2y - x = 3 ഇതിനെ നമ്മൾ 4 കൊണ്ട്, ഈ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 8y - 4x എന്ന് കിട്ടും. പക്ഷെ അത് നമ്മൾ തിരിച്ച് സാർ ഇട്ടുന്നേ ഉള്ളൂ. ആദ്യം -4x ഇങ്ങോട്ട് ഇട്ടു, പ്ലസ് 8y, 4 × 2y 8y, ഇവിടെ 4 × 3 വരും, 12 എന്നും വരും. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ ഇക്വേഷനിൽ, നമ്മളിപ്പോൾ ഫോം ചെയ്ത ഈ ഇക്വേഷനിൽ ഒരു 4x ഉണ്ട്. അപ്പം ഇവിടെ ഒരു -x കിടപ്പുണ്ട്. നമ്മൾ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ -4xും ഈ 4xും കട്ടായി പോകും. അതുകൊണ്ട് ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 8y - 4x = 12. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, -4x + 8y = 12 എന്നും പറയാം. നേരെ ഓർഡർ ഒന്ന് മാറ്റിയെന്നോർത്ത് കുഴപ്പമില്ല. അതെന്തിനങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ ഈ 4xും -4xും നേരെ വരാൻ വേണ്ടിയാണ്. ഇനി ഈ രണ്ടും കൂടി അങ്ങോട്ട് ആഡ് ചെയ്താലോ? ഇത് കട്ടായി പൊക്കോളും. 8y - 5y ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം 8y - 5y 3y വരും. അതുപോലെ ഇത് ആഡ് ചെയ്യുമ്പം 12 വരും. അപ്പം 3y 12 ആണെങ്കിൽ y = 4. നമുക്ക് ഈസി ആയിട്ട് വൈയുടെ വാല്യൂ കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. 2y - x = 3. അതിനകത്ത് വൈയുടെ വാല്യൂ 4 കൊടുത്താൽ 2 × 4 അപ്പോൾ 8 വരും. 8 - x = 3. എക്സ് ഇപ്പുറത്ത് കൊണ്ടുവന്ന് 3 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ x = 8 - 3 5 എന്ന് കിട്ടും. അപ്പം നമുക്ക് xy എന്നതാണ് നമ്പർ. അല്ലെങ്കിൽ നമ്മൾ എഴുതിയത് 10x + y ഇതായിരുന്നു നമ്പർ. അപ്പം 10 × 5 + 4 54. Therefore our number is 54. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് സാർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ലൈവായിട്ട് അപ്പോൾ തന്നെ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മക്കൾ സാറിൻ്റെ ഈ വീഡിയോസൊക്കെ മക്കളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സാറിൻ്റെ കയ്യിൽ PDF നോട്ട്സ് ഉണ്ട്. സാറിനെ ഈ വാട്സപ്പിൽ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് മാത്സ് ടീച്ചേഴ്സ്, എക്സ്പേർട്ട് ടീച്ചേഴ്സുണ്ട്. മക്കൾക്ക് ആ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും.